മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യരിൻ ദൃഷ്ടി ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാഥന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാഥന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഓ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ഓ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ
മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം അബ്രഹാമിൻ ദൈവം ഈസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഈസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും अब्राहम का प्रभु इसहाक का प्रभु याकूब का प्रभु मेरे साथ रहे अब्राहम का प्रभु इसहाक का प्रभु याकूब का प्रभु मेरे साथ है सदा सियोन के सफर में मेरे मन व्याकुल न हो कब है सियोन के सफर में मेरे मन व्याकुल न हो സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും അബ്രഹാമിൻ ദൈവം ഈസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ 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 സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും ഹല്ലേലൂയ 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 bala 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 dira bala 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 vaida banam thura gamana gadira bala vaisha
ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Amen, 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 amen. Oh, hallelujah, hallelujah. Hallelujah.
അളവുകൾ കുറയ്ക്കാതെ അതിരുകൾ തെറ്റാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. അളവുകൾ കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. ഓ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ഓ മഹത്വമേ മഹത്വമേ പിന്മഴയായി വരുന്ന മഹത്വമേ. ഓ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ഓ മഹത്വമേ മഹത്വമേ പിന്മഴയാ വരുന്ന മഹത്വമേ. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ഓ മഹത്വമേ മഹത്വമേ പിന്മഴയാ വരുന്ന മഹത്വമേ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. അളവുകൾ കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. ഓ അളവുകൾ കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. മഹത്വമേ ഓ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ഓ മഹത്വമേ മഹത്വമേ പിന്മഴയായി വരുന്ന മഹത്വമേ. ഓ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ.
മഹത്വമേ മഹത്വമേ പിന്മഴയായി വരുന്ന മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ ഓ മഹത്വമേ മഹത്വമേ പിന്മഴയായി വരുന്ന മഹത്വമേ. Our Heavenly Father, thank you, wonderful time, God. We fill with your Holy Spirit, God. We know your presence upon us, God. Bless the entire congregation, mighty hand. Bless all sermons. Fill with your Holy Spirit. Keep it in for this, God. In Jesus' most precious name we pray. Amen. സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ അടിമകളായി ഇരുന്ന തൻ്റെ ജനത്തിന് യഹോവയായ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്തവരെ പുറത്തു കൊണ്ടുവരുവാനിടയായി. ബന്ധനത്തിൽ കിടന്ന ഇസ്രായേൽ ജനതയെ രക്ഷിപ്പാൻ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്യുവാനിടയായി. ഇന്നു പകൽക്കാലം പുതിയ നിയമ ഇസ്രായേൽ ജനമേ, നിങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിലവിളിക്കുകയാണെങ്കിൽ, നിങ്ങളെ ബന്ധനത്തിൽ നിന്ന് രക്ഷിപ്പാൻ എന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വരും. നിന്റെ ബന്ധനത്തെ അഴിപ്പാൻ, ചങ്ങലകളാൽ ബന്ധിച്ച ഇസ്രായേൽ ജനത്തിന്റെ ബന്ധനത്തെ അഴിപ്പാൻ സ്വർഗത്തിലെ മഹാദൈവം ഇറങ്ങി വരുവാനിടയായെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയാകും. സ്തോത്രം. 107-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യം. ഈ ജനം ബന്ധനത്തിലായിരുന്നു. 107-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു. സ്തോത്രം. കഷ്ടതകളാലും ഇരുമ്പു ചങ്ങലകളാലും പുരുഷന്മാർ പലരും ബന്ധിക്കപ്പെട്ടു കിടക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ ജനം അടങ്ങിയിരുന്നില്ല. അവര് നിലവിളിക്കാൻ തുടങ്ങി. 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വേഗത്തിന് വായിച്ചു തരണം കേട്ടോ. സ്തോത്രം. 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അവര് ഇരുമ്പു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അവര് നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തുടങ്ങി. 19-ാമത്തെ വാക്യം വായിച്ചേ. 28-ാമത്തെ വാക്യം വായിച്ചേ. ഇരുമ്പു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവർക്കറിയാം, ഞങ്ങൾ വാഗ്ദത്തമുള്ളവരാണ്. ഞങ്ങൾ നിലവിളിക്കാൻ തുടങ്ങിയാൽ, ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ ബന്ധനം അഴിയുവാനിടയാകും. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്ക് വന്ന മാതാവേ, പിതാവേ, നിന്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിപ്പാൻ നീ ഉപവസിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ വഴിയാത്രകളെ, നിന്റെ സമ്പത്തിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ നാവിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അസ്ഥി ഞരമ്പുകളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനത്തെ അഴിപ്പാൻ എന്റെ ദൈവം ചിരുമ്പു ചങ്ങലകളെ, ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഈ കൂടാരത്തിനകത്ത് വന്നു. സ്തോത്രം. അവരടങ്ങിയിരുന്നില്ല കേട്ടോ. ദൈവം പറയുന്നു, നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടു, നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു. എന്നാ പേരും മറന്നു പോലെ ദൈവമേ. സ്തോത്രം. നല്ല കാര്യം പറയുമ്പോൾ പേരും മറന്നു. തോമസേട്ടാ സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അടിയുവാനിടയാകും. അത് ഇരുമ്പു ചങ്ങല ആയിരുന്നാലും ചെമ്പു ചങ്ങല ആയിരുന്നാലും ബന്ധനത്തെ അഴിക്കുന്നൊരു മഹാദൈവം. നാളുകളായി നമ്മുടെ സാമ്പത്തിക നന്മകളെ ബന്ധിച്ച, നിന്റെ നടുവിനെ, നിന്റെ കഴുത്തിനെയും, നിന്റെ അസ്ഥി ഞരമ്പുകളെ ബന്ധിച്ച, നിന്റെ ഭൂമിയെ ബന്ധിച്ച, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ ബന്ധിച്ച, നിന്റെ പൈതങ്ങളുടെ ഉപരിപഠനത്തെ ബന്ധിച്ച, നിന്റെ വാഹനത്തെ, കൃഷി സമ്പത്തും പർവ്വജാതികളെ, മൃഗസമ്പത്തിനെ ബന്ധിച്ച, വിദേശ യാത്രകളെ ബന്ധിച്ച ബന്ധനത്തെ അഴിപ്പാൻ സ്വർഗത്തിലെ മഹാദൈവം ഈ കൂടാരത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തെ ആരാധിച്ചോ. നിന്റെ ബന്ധനം, നിന്റെ ശുശ്രൂഷകളെ ബന്ധിച്ച ബന്ധനങ്ങളെ കെട്ടഴിപ്പാൻ
എത്ര 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 ഓ, നിന്റെ സമ്പത്തിനെ ബന്ധിച്ച ബന്ധനത്തെ അഴിപ്പ, നിന്റെ ആരാധനയെ ബന്ധിച്ച ബന്ധനത്തെ അഴിപ്പ. സ്വർഗ സൈന്യങ്ങളുടെ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. നീ നിലവിളിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ബന്ധനമണി. ഉപവാസം നഷ്ടമല്ല, പ്രാർത്ഥന നഷ്ടമല്ല, നിലവിളി നഷ്ടമല്ല, ബന്ധനമഴിക്കുന്ന മഹാദൈവം. ഇസ്രായേലും പറഞ്ഞാണ് സ്തോത്രം, ഞങ്ങൾക്ക് ആരാധിക്കണം. കണ്ടോ, ഫറവോനോട് പറയുകയാണ് ഞങ്ങൾക്ക് ആരാധിക്കണം. എവിടെ? ദൈവം പറഞ്ഞ മരുഭൂമിയിൽ ആരാധിക്കണം. ഫറവോൻ പറഞ്ഞു നിനക്ക് അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല, നീ ഇവിടെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മിഥ്യാമൂർത്തികളുള്ള അന്യദേശത്ത് ഫറവോന്റെ മിഥ്യാമൂർത്തിയുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഭൂമിയിൽ നീ ആരാധിച്ചാൽ മതി. അവര് പറയുന്നു ഞങ്ങൾക്ക് തമ്പുരാജങ്ങൾ പറഞ്ഞ മരുഭൂമിയിൽ ആരാധിക്കണമെന്ന്. ഞാൻ പറയുന്നു ആരാധനയെ ബന്ധിച്ച ബന്ധനം ഇന്ന് പകൽക്കാലം തമ്പുരാൻ പൊട്ടിക്കും. നിന്റെ പ്രാർത്ഥനയെ ബന്ധിച്ച ബന്ധനം, നിന്റെ വിശ്വാസത്തെ ബന്ധിച്ച ബന്ധനം, ഫറവോന ശക്തികളെ ഇന്ന് പകൽക്കാലം ആ തമ്പുരാൻ കെട്ടുകളഴിക്കുന്നതിനായി സ്തോത്രം. സഹോദരിമാരെ, നീ ആരാധിക്കുമ്പോ അപ്പുറം ഇപ്പുറം സഹോദരി പറയും നീ എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത്? സഹോദരൻ, നീ ആരാധിക്കുമ്പോ നിന്നെ നോക്കി പറയും നിന്റെ ആരാധനയെ ഒതുക്കിക്കളയുവാൻ മനുഷ്യനും പിശാചും ഒരുപോലെ നിൽക്കുമ്പോൾ നീ ഒതുങ്ങിയാൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും. കയറി വരുവാൻ, ആരാധനയിൽ കയറി വരുവാൻ ഇന്ന് തമ്പുരാൻ പറയുന്നു, ആരാധിക്കുമ്പോൾ തമ്പുരാൻ നിന്റെ ബന്ധനങ്ങളെ അഴിപ്പാനിടയാകും. നിന്റെ തലമുറകളെ കെട്ടിയ, നിന്റെ കുടുംബജീവിതത്തെ കെട്ടിയ ബന്ധനങ്ങളെ അഴിപ്പാൻ തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തി ബന്ധനം തന്നെ. ഞാനും നിങ്ങളും ആരാധിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന എന്റെ ഭാഷമാർ പറയും നീ എന്താണ് ഞാൻ ആരാധിക്കുന്നത്? ജെബസ് ഭാഷ ആരാധിക്കുമ്പോൾ ഞാൻ നോക്കും, അവർ നീ എന്തിനാണ് ഞാൻ ആരാധിക്കുന്നത്? എന്റെ നിങ്ങളുടെ ആരാധനയെ ഒതുക്കിക്കളയാൻ മനുഷ്യനും പിശാചും ഒരുപോലെ നിൽക്കുമ്പോൾ നീ ഒതുങ്ങിക്കൊടുത്താൽ എക്കാലം നീ ഒതുങ്ങിപ്പോകും. നിനക്ക് വിജയത്തിന്റെ കൊയ്ത്ത് കൊയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു ആത്മീകത്തിന്റെ കൊയ്ത്ത്, ഒരു ഭൗതികത്തിന്റെ കൊയ്ത്ത് എന്റെ മുമ്പിലുണ്ട്, നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് കൊയ്തെടുക്കാതിരിക്കത്തക്കവണ്ണം നിന്നെ ആരാധിക്കാതെ നിന്നെ നോക്കുന്ന മനുഷ്യനുണ്ട്, പിശാചുണ്ട്. ദാവീദിനെ പോലെ ആരാധിക്കുന്നവർക്കായി സ്തോത്രം. ആരാലും ബന്ധിക്കാൻ പറ്റത്തില്ല നമ്മുടെ ആരാധനകളെ. ഞാനൊരു മർമ്മോടെ പറയാൻ നിർത്തുന്നു. ഇവിടെ ആരാധിച്ചാൽ മതി, നിന്റെ വീട്ടിൽ കേൾക്കുന്നതിൽ നീ ആരാധിച്ചാൽ മതി എന്ന കാലഘട്ടം വരാൻ പോവുകയാണ്. സ്തോത്രം. ഏനാത്തിന്റെ പട്ടണത്തിൽ ഇത്രയും ശബ്ദം, ഇപ്പൊ തന്നെ നമ്മൾ മൈക്കിൽ ശബ്ദം കുറച്ചുകൊണ്ടിരിക്കുക. വരുന്ന കാലഘട്ടങ്ങളിൽ അതിവിദൂരമല്ലാതെ നമ്മുടെ വീട്ടിനകത്ത് പോലും ആരാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ചർച്ചയായിട്ട് ബന്ധപ്പെട്ട വീടാ. ആ വീട്ടിൽ പോയി ഞാൻ മീറ്റിംഗ് എടുത്ത് പല സ്ഥലങ്ങളിൽ ഉപവാസങ്ങൾ അല്പസമയം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയൽക്കൂട്ടത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞു, എടീ ശബ്ദം കുറച്ച് ആരാധിച്ചാൽ മതി, നീ നിന്റെ പാസ്റ്റർമാർ മാത്രം ശബ്ദം കുറച്ച്. സ്വത്രം. ഞാൻ പറഞ്ഞു, അവർ ക്ഷീണിച്ചു, വിഷമിച്ചു. ക്ഷീണിക്കണ്ട, ക്രിസ്തു നിമിത്തം നിങ്ങൾ നിന്ന ഏറ്റെങ്കിൽ അത് മഹത്വമായി മാറാൻ പോവുകയാണ്. ഒത്തിരി ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറയുന്നു, ആരാധനയെ ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനത്തിന് നമ്മൾ ഇട്ടുകൊടുക്കരുത്. ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ് ഈ ദൂത് പറയുന്നത്. ഞാൻ എന്നെ ഉൾപ്പെടെ പറയാ. സ്തോത്രം. യേശു പറയുകയാണ്, സത്യ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, വീട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ, ഒരാഴ്ചക്കാലം കഴിഞ്ഞ് വരുമ്പോൾ ഒരാശ്വാസം പ്രാപിക്കാൻ, ഒരു സമാധാനം കണ്ടെത്തുവാൻ, ഒന്ന് ആരാധിക്കുവാൻ, ഹൃദയം മുറിഞ്ഞ ഹൃദയമായി വന്ന് ഇവിടെ വരുമ്പോൾ തമ്പുരാൻ നിങ്ങളുടെ ഹൃദയത്തെ കെട്ടുകയാണ്.
സുഗന്ധ തൈലം കൊണ്ട് ഗിലെയാദിലെ സുഗന്ധ തൈലം കൊണ്ട് നിങ്ങളുടെ മുറിവുകളെ കെട്ടുകയാണ്. അതുകൊണ്ട് ആരാധിച്ചോ, ഉപവസിച്ചോ, അവര് നിലവിളിച്ചു. കണ്ടോ, അവര് ഇരുമ്പ് ചങ്ങലകൾ കിടന്നിട്ടും അവരെ നിലവിളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഭയെ ഉപവസിച്ചോ, നിലവിളിച്ചോ, പ്രാർത്ഥിച്ചോ. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആരാധനകളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ വിശ്വാസങ്ങളെ മനുഷ്യനും പിശാചും ഒരുപോലെ ബന്ധിച്ചൊതുക്കാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ സമ്പത്തുകളെ, മൃഗസമ്പത്തുകൾ, പർവ്വജാതികളെ, കൃഷിസമ്പത്തുകളെ, ആരാധനകളെ, ഭൂമിയെ, ഭവനത്തെ, സകലമായ നന്മകളെ ബന്ധിച്ചൊതുക്കുവാൻ മനുഷ്യനും പിശാചും നോക്കുമ്പോൾ ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, നിലവിളിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി ഉത്തരമരുളിയ മഹാദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടാരങ്ങളിൽ, തൻ്റെ ഭവനങ്ങളിൽ തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ, മാസങ്ങളിൽ അനുഹിതമാകുന്ന വിവാഹങ്ങൾ നടക്കേണ്ടതിനായി സ്തോത്രം. അനേകരുടെ വിവാഹങ്ങൾ അത് ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ. സാമ്പത്തികത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ. ഭവന പണി ചെയ്യാൻ കഴിയാതെ ബന്ധിച്ച ബന്ധനങ്ങൾ, സാമ്പത്തിക ബന്ധനങ്ങൾ അഴിയട്ടെ തമ്പുരാനെ. കിഴക്ക് പടിഞ്ഞാറ് വടക്കുന്നതുപോലെ നന്മ കയറി വരട്ടെ. ചില യാത്രകൾ വെളിപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ വർദ്ധിച്ചു വരട്ടെ, ഉപവാസങ്ങൾ വർദ്ധിച്ചു വരട്ടെ കർത്താവേ. എല്ലാ അനുഗ്രഹങ്ങളാലും തൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. ദുരിതങ്ങളേറിടും നേരം ക്രൂശിൽ പിടയുന്ന നാഥനെ കാണും. കഷ്ടദുരിതങ്ങളേറിടും നേരം ക്രൂശിൽ പിടയുന്ന നാഥനെ കാണും. രക്തം ധാരയ ചിന്തിയതെല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. രക്തം ധാരയ ചിന്തിയതെല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ.
തീർന്നിടുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിൽ എന്നെ വിട്ടുപോകും. സ്വന്തം ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിൽ എന്നെ വിട്ടുപോകും. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെന്നെ എന്നും നടത്തും. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെന്നെ എന്നും നടത്തും. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായ അവൻ വരുമേ. പ്രൈസ് ലോർഡ്. യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഇവർക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ഈ സഭയിൽ ശുശ്രൂഷയും വേലയും ചെയ്യുന്ന പ്രിയ ദൈവദാസൻ, എൻ്റെ കൊച്ചുപോയായിരിക്കുന്ന പാസ്റ്റർ സോമൻ അവറുകൾ, വേദിയിലായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് അവറുകൾ, അതുപോലെ ജോഷുവ ദൈവദാസൻ അവറുകൾ, ബഹുമതി പാസ്റ്ററുകൾ, മറ്റേ എല്ലാ ദൈവമക്കളും കുഞ്ഞുങ്ങളും വേഗം വരാവുന്ന അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനൊരു പ്രസംഗമായിട്ട് നിൽക്കുകയല്ല എന്ന് എൻ്റെ 1-2 സാക്ഷ്യങ്ങൾ അവിടെ ചെന്ന് കണ്ടതും കേട്ടതുമായ ചില സാക്ഷ്യങ്ങളെ മാത്രം നിങ്ങളുമായി ഷെയർ ചെയ്ത് വേഗം തന്നെ താണിരിപ്പാൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഇല്ലായിരുന്നു. എങ്ങനെയും ഇങ്ങനെ നടന്ന് സൗണ്ടും കൊണ്ട് നടന്ന് അല്ലെങ്കിൽ കൊയറും കൊണ്ട് നടന്ന്, അതും ദൈവത്തിൻ്റെ വേലയല്ലയോ, അങ്ങ് ചെയ്തങ്ങ് പോയാൽ പോരെ എന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ പപ്പ ഒരു ദിവസം അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു, എടി നമുക്ക് ഷെറിനെ ബൈബിൾ കോളേജ് വിടണ്ടേ. പെട്ടെന്ന് അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, എന്തുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഉണ്ടെങ്കിലും പക്ഷേ അത് പലപ്പോഴും മുൻപിൽ വന്ന് നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ആരോട് സുവിശേഷം പറയാനോ എല്ലാത്തിനും ബാക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ ഞാൻ തയ്യാറാവാതെ മാറി നിന്നൊരു വ്യക്തിയായിരുന്നു. ദൈവം എന്നെ ആ സമയത്ത് അവിടെ കൊണ്ടുപോയി എനിക്ക് വചനമായിട്ട് ഒന്ന് പഠിപ്പിക്കുന്നുവെങ്കിലും പല കാര്യങ്ങളും അനുഭവത്തിൽ നിന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവം ഇടയാക്കി തന്നു. ഞാൻ ചെന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മിനിസ്ട്രിയോടെ ബന്ധത്തിൽ ട്രിവാൻഡ്രത്തിൻ്റെ പ്രദേശത്ത് കാട്ടാക്കടയ്ക്ക് അടുത്ത് ഉറിയക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു സ്കൂളിലോട്ട് ഞങ്ങളെ ദൈവം കൊണ്ടുപോയി. അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളവിടെ ഉണ്ടായിരുന്നു.
അവരെല്ലാം പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളായി. എൻ്റെ ഡെൽസമോളുടെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാം അതേ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും എണീറ്റ് നിൽക്കാൻ കഴിയാത്ത, അവരുടെയൊക്കെ ഭവനങ്ങളിൽ പോകാനും അവരുടെയൊക്കെ മാതാപിതാക്കളുമായിട്ടും അവിടുത്തെ ടീച്ചർമാരുമായിട്ടൊക്കെ സംസാരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തരും. ജനിച്ച് വീണപ്പോൾ ഒന്ന് കരയാൻ പറ്റാത്ത പോയപ്പോൾ ആ കുഞ്ഞിന് പിന്നെ ചിന്തിക്കാനുള്ളൊരു കഴിവില്ല. ഹല്ലേലൂയ. ഏത് കുഞ്ഞുങ്ങളായാലും ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയണം. കരഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ആ ബ്ലഡ് അതേ പ്രഷറിൽ തലച്ചോറിൽ ചെന്ന് അത് പടർന്നില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെപ്പോലെ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും ചെയ്യുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങളായി തീരുന്നു. അനേക കുഞ്ഞുങ്ങളെ അവിടെ കാണുവാൻ ഇടയായി. അടുത്ത ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ടൊക്കെ ഞാൻ ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ പറയുന്നത് അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങളും അവരുടെയൊക്കെ ഓരോരോ അവസ്ഥകളും. ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ അമ്മയ്ക്ക് അവിടുത്തെ അപ്പയ്ക്ക് മോൻ്റെ പപ്പയ്ക്ക് ക്യാൻസറാണ്, അവന് വയ്യാത്തയാ, അവൻ ഈ ലോകത്തല്ല, അവൻ വേറൊരു ലോകത്ത് ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കുക. അവൻ്റെ പപ്പയ്ക്ക് ക്യാൻസറായി എന്നറിഞ്ഞപ്പോൾ ഈ ഭാരങ്ങളൊന്നും കാണുവാൻ വയ്യാതെ അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ ജീവനെ ആത്മഹത്യയിൽ കൂടെ കളഞ്ഞു. തൻ്റെ മാതാവിനും ഇതേപോലെ ക്യാൻസർ, തലയിൽ ട്യൂമറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ കണ്ണിന് കാഴ്ചയില്ല. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെ ഒരുപാട് കാശുള്ള ദൈവദാസന്മാർ, ഒരുപാട് കാശുള്ള വീട്ടിൽ നിന്നും എല്ലാ കുഞ്ഞുങ്ങൾ വരാറുണ്ട്. അവരുടെയൊക്കെ അവസ്ഥകൾ കാണുമ്പോൾ ചില കുഞ്ഞുങ്ങൾ മറ്റ് വീടുകളിൽ അവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ്. പക്ഷെ നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ, ഞാനപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. ഒരു ഊനവും ഇല്ലാതെ ദൈവം, അതുകൊണ്ടാണ് ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ ഇതുപോലെ ഒരു ദൈവം പ്രവാചകനെ കൊണ്ടുപോയി ഇതുപോലെ ഒരു കാഴ്ച കാണിക്കുവാനിടയായി. കുശവൻ മെനഞ്ഞ കളിമണ്ണുകളാണ് വിട്ടിരിക്കുന്നത്. നമുക്ക് കഴിവില്ല, നമുക്ക് സാമ്പത്തികമില്ല, നമുക്ക് പലവിധ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു മാറി നിൽക്കുമ്പോൾ ദൈവം മറ്റുള്ളവരെ നമുക്ക് കാണിച്ച് പഠിപ്പിച്ചു തരികയാണ്. നമുക്കൊന്നും ഒരു പ്രശ്നത്തിനും ഒരു ദുഃഖത്തിനും ഒന്നും വകയില്ല. നമുക്ക് ദൈവം എപ്പോഴും വിശ്വസ്തനായിരുന്നു. നല്ല കുഞ്ഞുങ്ങളെ തന്നു, നല്ല വസ്ത്രം തന്നു, നല്ല പാർപ്പിടം തന്നു. അവിടെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തും സഹോദരനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ബ്രദറുണ്ട്. അദ്ദേഹത്തിന് ചെറുതായിട്ട് സംസാരിക്കാൻ വിക്കുണ്ട്. അവന് നല്ലോണം കേൾക്കാൻ കഴിയത്തില്ല, ഒരു ചെവിയെല്ലാം അടഞ്ഞിരിക്കുക. അവൻ്റെ അവസ്ഥയും, അവനും കോളേജിൽ വന്നപ്പോൾ അവൻ ചിന്തിച്ച, ഞാൻ ഇങ്ങനെ വൈകല്യം പിടിച്ച് എന്നെ എന്തിനാ ദൈവമേ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അവനും ഇതേപോലൊരു ഓൾഡ് ഏജ് ഹോമിലെ ഒരു ഡിഫറെൻ്റ്ലി ഏബിളായിട്ട് സ്കൂളിലാണ് പോയത്. അപ്പോൾ അവനും അവരുമായിട്ടുള്ള സഹവാസങ്ങൾ, അവരുമായിട്ടുള്ള കണ്ടപ്പോൾ അവൻ ചിന്തിക്കുന്നു, എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അതുപോലെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ മറ്റ് ഭാഗങ്ങളിൽ അനേകർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഒരു സ്കൂളിൽ തന്നെ 90-ലധികം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതിനടുത്ത് വേറെ സ്കൂളുകളുണ്ട്. അവിടെ അനേക കുഞ്ഞുങ്ങൾ, നമ്മൾക്കറിയത്തില്ല, ഒരു പഞ്ചായത്തിൽ തന്നെ എത്ര കുഞ്ഞുങ്ങൾ പലവിധ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളുമായിട്ട് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ? പക്ഷേ നമ്മളെല്ലാം ദൈവത്തിൻ്റെ കണ്ണിൻ മണി പോലെ ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന കൃപ. നമ്മൾ പലവിധ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, ആ കുഞ്ഞേ, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. നിന്നെ പുതിയൊരു പാത്രമാക്കി അനേകർക്ക് ശ്രേഷ്ഠമാക്കി. ചില ഉടഞ്ഞുപോയ കളിമണ്ണുകൾ അവിടെ ശേഷിക്കുമ്പോൾ നമ്മളെല്ലാം ഉടഞ്ഞു പോയതായിരുന്നു, എന്നാലും കുശവൻ നമ്മളെ മെനഞ്ഞു. ആ കുശവൻ്റെ ആ ചക്കിൽ ഒന്നുകൂടെ ഉടഞ്ഞ് കരഞ്ഞ് നമ്മളെ ദൈവം വീണ്ടും പുതുതാക്കി ഒരു രൂപമാക്കി തീർത്തത് ദൈവത്തിന് വേണ്ടി നിൽക്കാനാണ്.
ഏതൊരവസ്ഥ വന്നാലും ഏതൊരു പ്രശ്നം വന്നാലും മാറാതിരിക്കാനാണ് ദൈവം ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്. ഉടഞ്ഞു പോയൊരു കളിമണ്ണിനെ മെനഞ്ഞ് പുതിയ പാത്രമാക്കി തീർത്ത ദൈവം. ആ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുപോലെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ദൈവമായിട്ട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും അനേക സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം എൻ്റെ ജീവിതത്തെ ഇടവരുത്തി. അതെൻ്റെ ജീവിതത്തിൽ മഹാഭാഗ്യമായി കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവിടെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം കൂടെ നിന്ന് എനിക്ക് വേണ്ടിയ എല്ലാ സാഹചര്യങ്ങളും എൻ്റെ ചെറിയ വലിയ ആവശ്യങ്ങളെല്ലാം ദൈവം ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങളെന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകളെയും എൻ്റെ പഠനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഈ സാക്ഷ്യത്തിൽ നിന്ന് ദൈവനാമത്തിലിരുന്നു കൊള്ളുന്നു. ദൈവം നമ്മളെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.